ഇപ്പോൾ SK ആശുപത്രിയുടെ മുൻപിൽ നിന്ന് സുജിത് സുരേന്ദ്രൻ ചേരുകയാണ്. സുജിത്ത്, ആശുപത്രിയിൽ ആനന്ദിന്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ ഉണ്ടാവുമല്ലോ. ആശുപത്രി അധികൃതർ നൽകുന്ന വിശദീകരണം, ഒപ്പം സുഹൃത്തുക്കളുടെ എല്ലാം വിശദീകരണങ്ങൾ എന്താണ്? ദിൽന, ഇപ്പോൾ ആനന്ദ് കെ തമ്പിയുടെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ തന്നെ ഈ SK ആശുപത്രിയുടെ ആശുപത്രിയിൽ തന്നെ ഉണ്ട്. കൂടുതൽ പോലീസും സ്ഥലത്തെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഈ ഷഫീദ് പറഞ്ഞതുപോലെ തന്നെ BJPക്കെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ആനന്ദിന്റെ ആത്മഹത്യാക്കുറിപ്പിലുള്ളത്. പ്രധാനമായും ചിലരുടെ പേരെടുത്ത് തന്നെ പറഞ്ഞിരിക്കുന്നത്, അതായത് തൃക്കണ്ണാപുരത്തെ BJPയിൽ മണ്ണുമാഫിയ സംഘമാണെന്നും, അതുപോലെ ആലപ്പുറം കുട്ടൻ എന്ന ഉദയകുമാർ, അതുപോലെ മണ്ഡലം കമ്മിറ്റി അംഗം കൃഷ്ണകുമാർ, RSS നഗർ കാര്യവാഹക് രാജേഷ് എന്നിവരാണ് മണ്ണുമാഫിയ എന്നുമാണ് ആ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നത്. അതുപോലെ തന്നെ BJPയിൽ നിന്നും RSSൽ നിന്നും തനിക്ക് കടുത്ത മാനസിക സമ്മർദ്ദം നേരിടേണ്ടി വന്നു എന്നും, ഒപ്പം തന്നെ തൻ്റെ ഭൗതിക ശരീരം കാണാൻ RSSകാരെയും BJPക്കാരെയും അനുവദിക്കരുത് എന്നുമാണ് തൻ്റെ ആത്മഹത്യാക്കുറിപ്പിൽ കുറിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ജീവിതത്തിൽ പറ്റിയ ഏറ്റവും വലിയ തെറ്റ് RSSകാരനായതാണ്, ആത്മഹത്യയിലേക്ക് നയിച്ചതും അതുതന്നെ എന്ന് തന്നെയാണ് ഈ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നത്. ഇപ്പോൾ ഞാൻ ആശുപത്രിക്ക് മുന്നിലാണുള്ളത്. ആശുപത്രിയിൽ ഇപ്പോൾ കൂടുതൽ പോലീസ് എത്തിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ നിരവധി ഈ ആനന്ദിന്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ തന്നെ ഇപ്പോൾ ഈ ആശുപത്രി പരിസരത്തുണ്ട്. ആശുപത്രിക്ക് മുന്നിലാണ് ഉള്ളത്. ഇവിടെ എത്തിച്ച ശേഷം മരണം സംഭവിച്ചതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഇപ്പോൾ കൂടുതൽ ആളുകൾ, കൂടുതൽ പ്രവർത്തകരും, അതുപോലെ തന്നെ ഏറ്റവും ആനന്ദ് കെ തമ്പിയുമായി അടുത്ത ബന്ധമുള്ള ആളുകളൊക്കെ തന്നെ ഇപ്പോൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. BJPയുമായി വിടഞ്ഞാണ് തൃക്കണ്ണാപുരത്ത് BJP സ്ഥാനാർത്ഥിയായി ആനന്ദ് കെ തമ്പി എത്തിയത്. അവിടെ ഇതിൽ തന്നെ വലിയ രീതിയിലുള്ള തർക്കങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട പാർട്ടിക്കുള്ളിൽ ഉടലെടുക്കുകയും ചെയ്തിരുന്നു. ഈ ഒരു സാഹചര്യമൊക്കെ തന്നെ ഈ രാഷ്ട്രീയമായി പാർട്ടിയുമായി ഇടഞ്ഞു നിന്ന ആനന്ദ് കെ തമ്പി ആദ്യം തന്നെ പല നേതാക്കന്മാർക്കെതിരെയും ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. അത് പല രീതിയിൽ നേതാക്കന്മാരൊക്കെ ഇടപെട്ട് ഒതുക്കി തീർക്കാനുള്ള ഒരു ശ്രമങ്ങളൊക്കെ നടങ്ങിയെങ്കിലും ഒന്നിനും ആനന്ദ് വഴങ്ങിയിരുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഇപ്പോൾ ആനന്ദിന്റെ മൃതദേഹം, ഇപ്പോൾ ഭൗതിക ശരീരം ഇപ്പോൾ SK ഹോസ്പിറ്റൽ ഇടപ്പഴിഞ്ഞിലാണ് ഉള്ളത്. ഇപ്പോൾ കൂടുതൽ ആളുകൾ, ബന്ധുക്കളും അതുപോലെ തന്നെ അവരുടെ കൂടുതൽ സുഹൃത്തുക്കളും ഒക്കെ സംഭവം അറിഞ്ഞ ഇപ്പോൾ ആശുപത്രിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും രീതിയിലുള്ള സംഘർഷ സാധ്യത കണക്കിലെടുത്തുകൊണ്ട് കൂടുതൽ പോലീസിനെയും സ്ഥലത്ത് വിന്യസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കാഷ്വാലിറ്റിയുടെ മുന്നിൽ അടക്കം വലിയ രീതിയിലുള്ള പോലീസ് ആണ് ഇപ്പോൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ദിൽന, തിരുവനന്തപുരത്ത് BJP RSS പ്രവർത്തകനായ ആനന്ദ് കെ തമ്പി ആത്മഹത്യ ചെയ്തിരിക്കുന്നു. പാർട്ടിക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ആത്മഹത്യ. നേരത്തെ മത്സരത്തിന് അദ്ദേഹത്തിന് അവസരം നൽകിയിരുന്നില്ല. തുടർന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ അദ്ദേഹം മത്സരിക്കാൻ തീരുമാനിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണിപ്പോൾ പ്രാദേശിക നേതാക്കൾക്കെതിരെ ഉൾപ്പെടെ അവരുടെ പേര് വെച്ച് പരാമർശം നടത്തിക്കൊണ്ടുള്ള ചില പോസ്റ്റുകളെല്ലാം നമ്മുടെ മുന്നിൽ വരുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.